നാടൻ ഉന്നക്കായ, കായട പല പേരിലാണല്ലേ അറിയപ്പെടുന്നത്. പേര് ഏതായാലും എന്താ, ടേസ്റ്റ് നമുക്ക് അറിഞ്ഞാൽ പോരെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെള്ളം ചേർത്ത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അങ്ങനെയാകുന്ന സമയത്ത് കുഴഞ്ഞു പോകുന്ന ആ ഒരു ഫീൽ ഉണ്ടാവില്ല. അപ്പോൾ വെള്ളത്തിലിട്ട് വേവിക്കുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഒരു ബൗളിലേക്ക് മുട്ട, പഞ്ചസാര, ഏലക്ക, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നേരത്തെ ഗീ ചേർത്ത് വഴറ്റിയെടുത്തിട്ടുള്ള നട്ട്സ്, കാഷ്യൂസും ചേർക്കാം, ബദാംസ് ചേർക്കാം, പിന്നെ റീസിൻസും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് മിക്സ് ചെയ്യുക. അതിലേക്ക് തേങ്ങയും കൂടെ ചേർക്കുക. ഒന്നിക്ക് തേങ്ങ മാത്രം ചേർക്കുക, ഇല്ലെങ്കിൽ മുട്ട മാത്രം ചേർക്കുക. രണ്ടും കൂടെ വരുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നമ്മുടെ കായട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുള എടുക്കുക, അതിൻ്റെ നടുക്കിട്ട് ഒരു ഹോൾ കൊടുക്കുക കേട്ടോ. ഹോൾ കൊടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് കൊടുക്കുക. ഇങ്ങനെയാകുന്ന സമയത്ത് പരത്തി എന്നിട്ട് അതിനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ചില ഭാഗത്ത് കട്ടി, ചില ഭാഗത്ത് നേർപ്പ്, അങ്ങനെ ആവില്ല. ഇതാവുമ്പോൾ നല്ല ഈസി മെത്തേഡും ആണ്, കറക്റ്റ് ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. എല്ലാം ഒരേപോലെ ഈക്വൽ ആയിട്ട് വരും കേട്ടോ. എന്നിട്ട് നമ്മൾ ഓയിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ട്രൈ ചെയ്യുന്നു.